ചലച്ചിത്ര അക്കാദമി ഭാരവാഹികളുടെ കാലാവധി തീർന്നപ്പോഴാണ് പുതിയവരെ തീരുമാനിച്ചത് എന്ന് മന്ത്രി സജി ചെറിയാൻ. ആശാസമരത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പ്രേംകുമാറുടെ അനിഷ്ടമുള്ളതെന്ന വാദം ശരിയല്ല. പ്രേംകുമാർ ഇതുവരെ ഇടതുപക്ഷ വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞു. കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഭാരവാഹികളെ തീരുമാനിച്ചു, അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നതിന് അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അദ്ദേഹം 3 വർഷം അതിൻ്റെ വൈസ് ചെയർമാനായും 2 വർഷം അതിൻ്റെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചു. ഒരു ചെറിയ കാര്യമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ല. അതിന് ആശാ സമരത്തെപ്പറ്റി അദ്ദേഹം എവിടെ അഭിപ്രായം പറഞ്ഞു എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത്. നടരാജ് പരശുറാം വിവരങ്ങളുമായി ചേർന്നു. നടരാജ്, ഈ പ്രേംകുമാറിനെ മാറ്റിയത് പിന്നിൽ അദ്ദേഹം ആശാസമരത്തെ പിന്തുണച്ചുകൊണ്ടാണ് എന്ന ആരോപണം ആരെങ്കിലും ഉയർത്തിയിരുന്നോ? നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പല സ്ഥലത്തു നിന്നും വന്നിരുന്നു. പ്രേംകുമാർ ഈ ഇടതുപക്ഷത്തിന്റെ നയങ്ങളിൽ നിന്ന് മാറി ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ടുകൂടിയാവാം സർക്കാരിന് അനിഷ്ടമുണ്ടെന്ന രീതിയിൽ തന്നെ പല സ്ഥലത്തും പ്രചാരണമുണ്ടായിരുന്നു. ഇത് പാടെ തള്ളുകയാണ് സജി ചെറിയാൻ എന്നുള്ളതാണ്. കാലാവധി തീർന്നു, പുതിയ അംഗങ്ങളെ നിയമിച്ചു, പുതിയ ആളുകൾ എത്തിയ കാര്യം അക്കാദമി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണത് വേണ്ടത് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പ്രേംകുമാറിനെ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആശാസമരത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇത്തരം മാറ്റമുണ്ടായത് എന്ന വാദം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ വിരുദ്ധമായി ഇതുവരെ ഒരു കാര്യവും പറയാത്ത ആളാണ് പ്രേംകുമാറിനെന്നും പ്രേംകുമാറിനോടൊന്ന് തങ്ങൾക്ക് വലിയ ആദരവും മതിപ്പുമാണ് ഉള്ളതെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചലച്ചിത്രമേളയുടെ നടത്തിപ്പ് മികച്ച പ്രേംകുമാറിന്റെ കഴിവുകൊണ്ട് മാത്രമല്ലെന്നും അത് എല്ലാവരുടെയും ചേർന്നുള്ള ഒരു സംഘാടക മികവാണെന്നും സാംസ്കാരിക മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രേംകുമാറിന്റെ അതൃപ്തിയോ പ്രേംകുമാറിനെ അവഗണിച്ചു എന്ന വാദങ്ങളോ പാടെ തള്ളുകയാണ് വകുപ്പ് മന്ത്രി അജിത്. ശരി നടരാജ്.